ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. രാധയോട് ആര്യ ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും നല്ല ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അതല്ലെങ്കിൽ പ്രസാദേട്ടൻ്റെ മനസ്സിൽ വലിയച്ചി വേണോന്നാണോ വേണ്ടെന്നാണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? ഞാനായിട്ട് കൂടുതൽ ചോദിക്കുന്നേ ഇല്ല, പറയുന്നേ ഇല്ല. പക്ഷേ എവിടേക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വലിയച്ചി തന്നെ എന്താന്ന് കണ്ടുപിടിക്ക്. അപ്പോൾ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആര്യ അവിടെ നിന്ന് പോയി. രാധ പിന്നെയും അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ശേഷം കാണിക്കുന്നത് മേഘനാഥൻ നല്ല ഉറക്കത്തിലാണ്. മേഘനാഥൻ ചില ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നു. അന്ന് തൻ്റെ ഭാര്യയായ സുഭദ്രയെ കൊന്ന നിമിഷം ഒരു വിഷം കൊടുത്താണ് കൊന്നത്. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്വപ്നത്തിൽ കാണുകയാണ് മേഘനാഥൻ. ഉറക്കത്തിലും വലിയ അസ്വസ്ഥത കാണിക്കുകയാണ് മേഘനാഥൻ. അങ്ങനെ ചരിഞ്ഞു കിടക്കുമ്പോൾ ബെഡിൽ കുറച്ച് ബ്ലഡ് കാണുന്നു. ആ ബ്ലഡിൽ കൈവയ്ക്കുകയാണ് മേഘനാഥൻ. പെട്ടെന്ന് കയ്യിൽ എന്തോ ഒരു സംഭവം തടയുന്നത് പോലെ തോന്നുകയും പെട്ടെന്ന് നോക്കി ബ്ലഡാണെന്ന് തിരിച്ചറിഞ്ഞ മേഘനാഥൻ ഒരു ഞെട്ടലോടെ എണീക്കുകയാണ്. കയ്യിൽ നിറച്ച് ബ്ലഡ്. ആ സമയം സുഭദ്ര അവിടെ പ്രത്യക്ഷപ്പെടുന്നു. മേഘനാഥൻ സുഭദ്രയെ കാണുന്നുണ്ട്. സുഭദ്ര മേഘനാഥൻ്റെ അടുത്തേക്ക് വരുന്നു. എന്താ കോട്ടയ്ക്കൽ മേഘനാഥ, നീ ഭയന്നു പോയെന്ന് തോന്നുന്നല്ലോ. വീരശൂര പരാക്രമിയല്ലേ നീ? ഒരൽപ്പം ബ്ലഡ് കണ്ടാൽ ഉടൻ ഇങ്ങനെ ഭയക്കാൻ പാടുണ്ടോ? അയ്യേ, നാണക്കേട്. ദേഷ്യത്തോടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനിവിടെ വന്നു എന്ന്. ഇത് കേട്ട് സുഭദ്ര പൊട്ടിച്ചിരിക്കുന്നു. അത് നല്ല ചോദ്യം. ഞാനാണോ നിന്നെ തേടി നടക്കുന്നത്? നീയല്ലേ എന്നെ തേടി നടക്കുന്നത്? എത്ര നാളായി ഇതുവരെ കയ്യിൽ കിട്ടിയില്ലല്ലോ. എന്നാൽ മേഘനാഥൻ പറയുന്നു, എനിക്ക് വേണ്ടത് നിന്നെയല്ല, രാധയാണ്. നീ മരിച്ചവളല്ലേ. എനിക്ക് ആവശ്യം ജീവാത്മാവിനെയാണ്, പരമാത്മാവിനെ അല്ല. വീണ്ടും പരിഹാസത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ് സുഭദ്ര. ആ ഉത്തരം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ജീവാത്മാവ് എങ്ങനെ പരമാത്മാവായി എന്നൊന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ മരിച്ചു? അപകടമായിരുന്നോ? ആത്മഹത്യയായിരുന്നോ? അല്ലല്ലോ. അതൊരു കൊലപാതകമല്ലേ മേഘനാഥ? നീ നടത്തിയ കൊലപാതകം. പിന്നീട് നീ തൃപ്പങ്ങോട്ടുകാരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് പോലെ ഏതോ മോഷ്ടാക്കൾ വന്ന് കുത്തിക്കവർച്ച നടക്കുന്നതിനിടയിൽ സംഭവിച്ചു പോയ കൊലപാതകമാണോ ഇത്? അല്ല. എനിക്ക് കുടിവെള്ളത്തിൽ വിഷം കലർത്തി തന്ന് പലായനം ചെയ്ത എന്നെ വേട്ടയാടി പിന്നാടി വന്ന് ചതിച്ചവൻ. മേഘനാഥൻ ചോദിക്കുന്നു, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നീ ഇതിനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം മേഘനാഥ. എൻ്റെ ജീവനെടുത്ത നിന്നോട് കണക്ക് ചോദിക്കണ്ടേ ഞാൻ? എൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത നിന്റെ ജീവനെ ഇല്ലാണ്ടാക്കണ്ടേ? മതി, ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോ സുഭദ്രേ. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നെ ഉപദ്രവിക്കരുതെന്ന് മേഘനാഥൻ. ഇനി എന്ത് ചെയ്യാൻ നിനക്ക് പറ്റും? ഒന്നുമില്ല. മരണശേഷം ഇപ്പോഴെങ്കിലും എൻ്റെ മകനെ കൊണ്ട് നീ എനിക്ക് ശ്രാദ്ധം മൂടിക്കണം. എന്താ, പറ്റുമോ നിനക്ക്? അത് കേട്ട മേഘനാഥന് മറുപടിയില്ല. കാരണം സ്വന്തം മകൻ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലല്ലോ മേഘനാഥന്. അത് ഞാൻ ചെയ്യിപ്പിക്കാമെന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ സുഭദ്ര പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും നിനക്കത് ചെയ്യാൻ സാധിക്കില്ല. പറ്റും, എനിക്ക് പറ്റും, ഞാനത് ചെയ്ത് കാണിച്ചു തരാമെന്ന് മേഘനാഥൻ. ഇല്ല, നീ ഇപ്പോഴും അവരെ വേട്ടയാടുകയാണ്. എൻ്റെ മകനെ, രാധയെ, ദർശനയെ, സൗഭാഗ്യയെ. എന്താ, ശരിയല്ലേ? രക്തത്തിൻ്റെ രുചി പിടിച്ചുപോയി നിനക്ക്. ഇനി നീ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. ഞാൻ തന്നെ അത് ചെയ്യണം, ഞാൻ തന്നെ എന്നെ സുഭദ്ര പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് മേഘനാഥൻ. മേഘനാഥനെ അടിക്കുകയാണ് സുഭദ്ര. ആ നിമിഷം പെട്ടെന്ന് ബെഡിലേക്ക് വീഴുന്നുണ്ട് മേഘനാഥൻ. ആ ബെഡിൽ ചാടി കയറുകയാണ് സുഭദ്ര. വേണ്ട, വേണ്ട, അരുത്, അരുത്, വേണ്ട എന്നൊക്കെ മേഘനാഥൻ പറഞ്ഞപ്പോൾ വേണം എന്ന് സുഭദ്രയുടെ കയ്യിൽ ഒരു വാള് വരുന്നുണ്ട്. അത് കണ്ട് വീണ്ടും മേഘനാഥൻ ഞെട്ടലോടെ നിൽക്കുന്നു. ആ ഒരു വാള് കൊണ്ട് മേഘനാഥന്റെ വയറ്റിൽ കുത്തിയിറക്കുകയാണ് സുഭദ്ര. പെട്ടെന്ന് മേഘനാഥൻ ചാടി എണീക്കുന്നു. എന്നാൽ ഇത് ഒരു സ്വപ്നമായിരുന്നു. ഞെട്ടലോടെയാണ് മേഘനാഥൻ എണീക്കുന്നത്. വയറ്റിൽ തപ്പി നോക്കുന്നുണ്ട്. എന്നാൽ വയറ്റിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ബ്ലഡും കാണുന്നില്ല. അവിടെ ഇവിടെയും ഒക്കെ നോക്കുന്നുണ്ട് സുഭദ്രയെ, പക്ഷേ കാണുന്നില്ല. ഇപ്പോൾ അവളുടെ ആണ്ടുശ്രാദ്ധം വരികയാണ്. കാശിനാഥനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പക്ഷെ എവിടെ ഞങ്ങളുടെ മകൻ? കാശിനാഥ എന്ന് ഉറക്കി വിളിക്കുകയാണ് മേഘനാഥൻ ടേബിളിന്റെ അരികിലേക്ക് വന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു. ഭവാനി അവിടേക്ക് വരുന്നുണ്ട്. മേഘനാഥ എന്ന് ഭവാനി വിളിച്ചതും ഞെട്ടിത്തെറിച്ച് തിരിഞ്ഞു നോക്കുകയാണ് മേഘനാഥൻ. നിങ്ങളായിരുന്നോ? എന്ത് കാര്യത്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഉറക്കം വരുന്നില്ല മോനെ എന്ന് ഭവാനി ചിരിച്ചുകൊണ്ട് മേഘനാഥൻ പറയുന്നു. അത് സ്വാഭാവികം. സമയത്ത് ഉറക്കം വന്നാലേ ഉള്ളൂ അതിശയം. എന്തു പറ്റി? സ്വരത്തിൽ ഒരു തളർച്ച പോലെ. കോട്ടയ്ക്കലെ മഹാറാണിക്ക് പതിവ് തെറ്റിയ വാത്സല്യമാണല്ലോ. മോനെ എന്നുള്ള വിളിയിൽ തേനും പാലും ഒക്കെ ഒലിക്കുന്നു. എന്നാൽ ഭവാനി പറയുന്നു, എനിക്ക് നിന്നോടൊരു ശത്രുതയില്ല. എൻ്റെ സ്വന്തം മകനല്ലേ നീ. നിനക്ക് നന്മ വരണമെന്നേ എന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് കേട്ട് മേഘനാഥൻ ചിരിക്കുന്നുണ്ട്. വന്നല്ലോ നന്മ വിളയാട്ടം. പകയുടെ പാലൂട്ടി എന്നെ വളർത്തിയിട്ട് നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുകയാണല്ലോ മേഘനാഥനിപ്പോൾ. ഇത് കേട്ട് ഭവാനി പറയുന്നു, ഞാനാണോ തെറ്റുകാരിയെന്ന്? ഞാൻ ജനിപ്പിച്ച മകൻ എവിടെയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. സുഭദ്രയുടെ നെഞ്ചിലേക്ക് വാള് പണിയിപ്പിച്ച് തന്നത് നിങ്ങളാണ്. അതിൽ പിന്നെ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു ആത്മവിശകലനം നടത്തി നോക്കിയാൽ മനസ്സിലാകും ആർക്കാണ് തെറ്റുപറ്റിയതെന്ന്. ഭവാനി പറയുന്നു, നീ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ, പക്ഷേ അതിനുള്ള അവസരം ഇതല്ല.
ഒരു വലിയ പ്രശ്നമുണ്ട് എനിക്കിപ്പോൾ. വേലയൻ അവിടെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. എത്ര ശ്രമിച്ചിട്ടും ബന്ധപ്പെടാനും പറ്റുന്നില്ല എനിക്കിപ്പോൾ. അതെൻ്റെ പ്രശ്നമല്ല എന്ന് മേഘനാഥൻ. ആണ്, നീ അന്വേഷിക്കുന്ന രാധയുടെ പിന്നാലെയാണ് അവൻ പോയിരിക്കുന്നത്. വാട്ട്, രാധയുടെ പിന്നാലെയോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു, അതെ, ഞാനാണ് അവനെ അയച്ചത്. വേലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനർത്ഥം രാധ വീണ്ടും ജയിച്ചു എന്നാണ്, നീ തോൽപ്പിക്കപ്പെട്ടു എന്ന്. ദേ, എല്ലാ കഥകളും മെനയണ്ട. രാധയെ കണ്ടെത്താനുള്ള പ്രാഗൽഭ്യം നിങ്ങൾക്കോ വേലയനോ ഇല്ല എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ, വേലയൻ രാധയെ കണ്ടതാ, തെളിവുകളുണ്ടതിന്. എന്ത് തെളിവ് എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ ഭവാനി പറയുന്നുണ്ട്, നീ വേലയനെ ഇവിടുന്ന് പുറത്താക്കിയില്ലേ? ഒരു താൽക്കാലിക ജോലി ഏർപ്പാടാക്കി ഞാൻ വേലയനെ അയച്ചത് ദാമോദര കൈമളുടെ അടുത്തേക്കാണ്. അങ്ങനെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഭവാനി പറയുകയാണ് മേഘനാഥനോട്. പകലവൻ രാധയെ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അവളുടെ പിന്നാലെ പോവുകയാണെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ നിമിഷം വരെ വേലയെക്കുറിച്ച് ഒരു വിവരമില്ല. അതാണ് പ്രശ്നം. മേഘനാഥൻ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോൾ ആ മണിച്ചൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ഭവാനി പറയുന്നു, വേലയൻ എന്തു പറ്റിയെന്ന് അന്വേഷിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. നീ ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നുണ്ട്, രാധയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനായിരുന്നു നിങ്ങളുടെ പ്ലാൻ? കൊല്ലാനാണോ? കൊന്നില്ലാണ്ടാക്കാനാണോ? ഉത്തരം പറയൂ. പറയാൻ ഒരിക്കലുമില്ല. ഇനി ഒരിക്കലും നീയുള്ള ഈ നാട്ടിൽ നിൽക്കരുതെന്ന് എനിക്ക് പറയണമായിരുന്നു. നിന്റെ ജീവിതം അവൾ വന്നാൽ നശിക്കുമെന്ന് ഭവാനി പറയുന്നു. ആര് പറഞ്ഞു? ഇനി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് രാധയെ സ്വന്തമാക്കുക എന്നത് മാത്രമാണ്. അതെന്തെങ്കിലും ആവട്ടെ, വേലയൻ്റെ കാര്യമെന്ന് വീണ്ടും ഭവാനി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു, ഇനി വേലയൻ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എനിക്കൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയാൻ വൈകിയതാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്നും മറക്കരുത്. നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ രാധ ഇപ്പോൾ ഈ വീട്ടിലുണ്ടായേനെ. സാരമില്ല, എനിക്കറിയാം എന്ത് വേണോന്ന്. ദാമോദര കൈമൾ സ്വർണം പണയത്തിനെടുത്ത പൈസ കൊടുക്കുന്ന ആളല്ലേ? എനിക്കറിയാം എൻ്റെ വഴി എന്ന് പറഞ്ഞ് മേഘനാഥൻ പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി നിന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ വേലയൻ രാധയുടെ മുന്നിലാണ് ചെന്ന് പെട്ടിരിക്കുന്നതെങ്കിൽ ഇനി അവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. രാധ സുഭദ്രയുടെ നേർപ്പെങ്ങള, തൃപ്പങ്കോട്ട് വാസുദേവന്റെ മകൾ. ഉടവാൾ ഉത്സവത്തിന് അവൾ വാൾ വീശി നിർത്തിയത് എൻ്റെ നേർക്കായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ആ സംഭവത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് രണ്ടുപേരും. മേഘനാഥൻ പറയുന്നു, ആ രാധയുടെ കയ്യിൽ വളകൾ മാത്രമല്ല വാളും വിലങ്ങും. നിങ്ങളുടെ വേലയൻ ചത്തു എന്ന് വിശ്വസിക്കാം, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ പോകുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ആരതി ഫ്രഷായിട്ട് മറ്റേ ആ പോലീസിൻ്റെ കൂടൊപ്പം രണ്ടുപേരും വരുന്നുണ്ട്. അവർ പറയുന്നു, നിനക്ക് മാത്രമല്ലേ ഹോട്ടലിൽ റൂം എടുക്കാൻ പ്രയാസം, നിന്റെ ഭർത്താവ് എവിടെയെങ്കിലും പോയി ലോഡ്ജ് എടുത്ത് കാണും. അങ്ങനെ ഒരിക്കലും വരില്ല എന്ന് ആരതി പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, പിന്നല്ലാതെ വഴി കിടക്കാനോ? നല്ല കഥയായി. ഇവിടെ മനുഷ്യർക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല. ഒന്നും രണ്ടും അല്ല, 100 കണക്കിന് കൊതുകൾ വന്ന് പൊതിയും. കള്ളന്മാരും പിടിച്ചു പറിക്കാരും എല്ലാവരും കൂടെ വീതം വെച്ച് കഴിയുമ്പോഴേ ബാക്കി എന്ത് കിട്ടാനാ? ചുണ്ണാമ്പ് ചോദിച്ചു വരുന്ന യക്ഷികള് മനുഷ്യൻ്റെ എല്ലും പല്ലും മുടിയും മാത്രമേ ബാക്കി വെക്കൂ. ഇവിടെ വഴി കിടന്നാൽ പിന്നെ അത്ര പോലും ബാക്കി കിട്ടിയെന്ന് വരില്ല. ഇത് കേട്ട് ആരതി പറയുന്നു, എങ്കിൽ പിന്നെ ചേച്ചിക്ക് മുരളിയേട്ടനെയും കൂടി വീട്ടിലേക്ക് കൂട്ടിക്കൂടായിരുന്നോ? തിണ്ണയിലോ മുറ്റത്തോ കിടക്കുമായിരുന്നല്ലോ, ഇത്ര റിസ്ക്കും ഇല്ലായിരുന്നോ? അവർ പറയുന്നു, എനിക്ക് നിങ്ങളെ ശരിക്കും അറിയില്ലല്ലോ. ആരതി ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ച റിസ്ക് എടുത്തത്. അയാളുടെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. ആരതി മനസ്സിൽ വിചാരിക്കുന്നു, ഈശ്വര, അദ്ദേഹത്തിനൊന്നും പറ്റരുതേ. വേറൊന്നുമല്ല, എൻ്റെ കൂടെ കൂട്ടുവന്നിട്ട് ഒരു ആപത്ത് വരരുതല്ലോ, അല്ലാതെ എനിക്ക് അയാളുടെ സ്നേഹമൊന്നുമില്ല. ആരതി എന്താ ആലോചിക്കുന്നത് എന്നവർ ചോദിക്കുന്നുണ്ട്. അല്ല, ഇന്നലെ ചേച്ചിയെ കണ്ടുമുട്ടിയതെൻ്റെ ഭാഗ്യമെന്ന് വിചാരിക്കുകയായിരുന്നു. രാത്രി ഉറങ്ങാനും പറ്റി, പഠിക്കാനും പറ്റി. നിന്നോടല്ലാതെ ഈ ലോകത്ത് മറ്റാരോടും നിനക്ക് സ്നേഹമില്ല. ഇന്നലെ രാത്രി ഒരു പരിചയമില്ലാത്തവനായിട്ട് പോലും നിന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ ആശങ്കപ്പെട്ടു. അതിൻ്റെ കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും നീ ആലോചിക്കുന്നത് ഇന്നലെ രാത്രി നിനക്ക് മാത്രം കിട്ടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ്. കഷ്ടം, നിന്റെ ഭർത്താവിൻ്റെ കഷ്ടകാലം. എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെപ്പോലൊരു പെൺകുട്ടിയെ കൊണ്ട് അവനെ ഞാൻ വിവാഹം കഴിപ്പിക്കില്ലായിരുന്നു. അത്രയും പറഞ്ഞ് അവർ നടക്കുന്നു. പിന്നാലെ ആരതിയും പോകുന്നുണ്ട്. അവിടേക്ക് നോക്കിയിട്ട് മുരളിയെ കാണുന്നില്ല. ആ പയ്യൻ എവിടെ പോയി? ഇനി വല്ല അപകടവും പറ്റിക്കാണോ എന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞപ്പോൾ മുരളിയേട്ടാ എന്ന് ആരതി ഉറക്കെ വിളിക്കുന്നു. വേഗം ആ ഫോൺ എടുത്ത് വിളിച്ചു നോക്കാൻ അവർ പറയുന്നുണ്ട്. അങ്ങനെ ആരതി മുരളിയെ ഫോൺ വിളിക്കുന്നു. ബെല്ലടിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയപ്പോൾ ഒരു കടത്തിണ്ണയിൽ കിടന്നുറങ്ങുകയാണ് മുരളി. ഇത് കണ്ട് ആരതി മുരളിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് മുരളിയേട്ടാ എന്ന് ഉറക്കെ വിളിച്ചു. മുരളിയേട്ടൻ എവിടെ ഇരുന്നാണ് ഉറങ്ങിയതെന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. പരീക്ഷയുടെ ദിവസമല്ലേ, അത് മറന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. മുരളിയേട്ടാ, ഇവിടെ ഇങ്ങനെ രാത്രി മുഴുവൻ എന്ന് ആരതി ചോദിക്കുന്നു. എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ലെന്നേ, കൊതുക് നമ്മളെ എടുത്തോണ്ട് പോവുകയാണ്. ഇതിപ്പോൾ വെളുപ്പിനെയായപ്പോൾ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയതാ.
പിന്നെ ആ സ്ത്രീയോട് താങ്ക്സ് പറയുന്നുണ്ട്. ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ടാണ് ആരതിക്കെങ്കിലും മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞത്. എനിക്കത് മതി. ഇവൾക്കല്ലേ പരീക്ഷ എഴുതാനുള്ളൂ. ഞാനിപ്പോൾ ഉറങ്ങിയാലും ഇല്ലെങ്കിലും എന്താ, ഒന്നുമില്ല. നീ എന്താ ആരതി ഒരു ഉഷാറില്ലാണ്ട് നിൽക്കുന്നത്? പോണ്ടേ നമുക്ക്? പോകണ്ടേന്ന് എനിക്ക് ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് റെഡിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വെള്ളം കൊണ്ട് മുഖം കഴുകുകയാണ് മുരളി. ഞാൻ റെഡിയാ, പോവാം. മുരളിയേട്ടനെ ഒന്ന് ഫ്രഷ് ആവെങ്കിലും വേണ്ടേ എന്ന് ആരതി പറഞ്ഞപ്പോൾ ഇന്നത്തെ പ്രധാന കാര്യം പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുളിയും പല്ല് തേപ്പും ഒക്കെ കഴിഞ്ഞു. പോകാം. പിന്നെ ചേച്ചിയോട് ഒത്തിരി താങ്ക്സും പറയുന്നുണ്ട്. പിന്നെ കാണാം, സമയമില്ല, ഞാൻ ഓട്ടോ പിടിക്കാം, നീ വാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓട്ടോ പിടിക്കാനായി പോവുകയാണ് മുരളി. അത് കേട്ട് ഇത് അങ്ങോട്ട് മുരളി പോയ സമയത്ത് ആ സ്ത്രീ ആരതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ അവനെ സ്നേഹിക്കാൻ കഴിയാത്തത്? പോലീസ് മാത്രമല്ല, ഞാനൊരു പെണ്ണും കൂടിയാണ്. മറ്റൊരു പെണ്ണിന്റെ കണ്ണിലുള്ളത് സ്നേഹമാണോ വെറുപ്പാണോ അവഗണനയാണോ എന്നൊക്കെ വേഗം തിരിച്ചറിയാൻ എനിക്ക് സാധിക്കും. അവനെ പോലൊരു പയ്യനാണ് വരുന്നതെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ മോളെ കൈപിടിച്ച് കൊടുക്കും ഞാൻ. ശരി ചേച്ചി, എന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ ആരതി അവിടെ നിന്ന് പോകുന്നു. മുരളിയാണെങ്കിൽ ഓട്ടോ നോക്കുന്നു. സമയമായല്ലോ, ഇതൊരു കഷ്ടമാണെന്ന് നോക്കി എന്നൊക്കെ വെപ്രാളത്തോടെ മുരളി ഓട്ടോ നോക്കുന്നു. ആരതി മുരളിയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് മുരളി ചോദിക്കുന്നു, എന്താ? താങ്ക്സ് അലോട്ടെ എന്ന് ആരതി പറയുന്നു. എന്തിനെ എന്ന് മുരളി ചോദിച്ചപ്പോൾ എല്ലാത്തിനും എന്ന് ആരതി പറയുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നു. അയ്യോ, എക്സാമിന് സമയമാകുന്നു, വന്നേ എന്ന് പറഞ്ഞ് ആരതിയും കുട്ടി മുരളി പോയി. പിന്നീട് കാണിക്കുന്നത് അച്ചൂട്ടൻ രാധയെപ്പറ്റി ആലോചിക്കുന്നു. രാധ അന്ന് വേലയനെ അടിച്ചിട്ട കാര്യമാണ് ഇപ്പോൾ അച്ചൂട്ടൻ ആലോചിക്കുന്നത്. അമ്മയ്ക്ക് എന്തൊരു ശക്തിയാണ് കിട്ടിയിരിക്കുന്നത്. അതിന് കുറച്ച് എനിക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. സൂപ്പർമാനെ പോലെ പറക്കാനും പിടിക്കാനും ഒക്കെ പറ്റുമായിരുന്നേ. പക്ഷേ ഈ അമ്മ സമ്മതിക്കില്ലല്ലോ. എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. അമ്മ ഏതോ ആചാരസ്വാമിയെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ സ്വാമിയുടെ ഫോട്ടോയോ രൂപമോ കിട്ടിയാൽ എനിക്കും പ്രാർത്ഥിക്കാമായിരുന്നു. ചിലപ്പോൾ അതെവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. നോക്കാം. അങ്ങനെ അച്ചൂട്ടൻ ആ ഫോട്ടോ അവിടെയെങ്ങാനും കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട്. പുഷ്പൻ ചേട്ടൻ ഇത് ശ്രദ്ധിക്കുന്നു. അച്ചൂട്ട, എന്താ ഇവിടെ ഒരു കറക്കോ മുകളിലോട്ട് നോട്ടോ ഒക്കെ? വല്ല പല്ലിയും വായിലോട്ട് വീഴും കേട്ടോ. പുഷ്പൻ ചേട്ടൻ എന്തായാലും കളിയാക്കാൻ വന്നതാണോ എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ, ഞാനൊരു സത്യം പറഞ്ഞതല്ലേ എന്ന് പുഷ്പൻ. ഇതിലേക്കൂടെ പല്ലിയും എട്ടുകാലേക്ക് ഓടുന്നതല്ലേ? ചിരന്തി കടിച്ചാൽ നല്ലതല്ലേ എന്ന് അച്ചൂട്ടൻ പറയുന്നു. നല്ലതല്ലേ? നല്ലതോ എൻ്റെ പൊന്നുമോനെ, കടി കിട്ടിയ ഭാഗം വീർത്ത് ചീഞ്ഞ് അത്ര തന്നെ. പക്ഷേ സ്പൈഡർമാൻ സൂപ്പർ ഹീറോ ആയത് ചിലന്തി കടിച്ചിട്ടാണല്ലോ. അതിൽ പിന്നെയാണ് സ്പൈഡർമാനെ പറക്കാനും കയ്യിൽ മലർത്തി ടിഷ്യൂന്ന് വെച്ചാൽ വല നെയ്യാനൊക്കെ സാധിച്ചത് എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, അതൊരു കഥയല്ലേ മോനെ? കഥ വേറെ, ജീവിതം വേറെ. ജീവിതത്തിൽ ആരെങ്കിലും വല നെയ്യുന്നതും ശത്രുക്കളെ അടിക്കുന്നതും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അച്ചൂട്ടൻ പറയുന്നു, ഉണ്ടല്ലോ, കണ്ണ് നിറച്ച് കണ്ടിട്ടുണ്ട്. ഇടിക്കുന്നതും തൊഴിക്കുന്നതും പറപ്പിക്കുന്നതും ഒക്കെ. തൻ്റെ അമ്മയുടെ കാര്യമാണ് അച്ചൂട്ടൻ പറയുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.